ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിലെ വിഷയം എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഒന്നാം പടിയുടെയും ഒന്നാം പാരമ്പര്യത്തിൻ്റെയും പ്രാധാന്യം. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മളോട് സംസാരിക്കുന്നത് അഹമ്മദ് ഷെരീഫ് ഖാ വയനാടാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. അഹമ്മദ് ഷെരീഫ് ഖായെ ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷെരീഫ് ഖാ, നമുക്ക് തുടങ്ങാം. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തനാണ്. ഈ പ്രോഗ്രാമിൻ്റെ സഹായത്താലും എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ അനുഗ്രഹത്താലും ഇന്ന് ഞാൻ സുബോധവാനാണ്. എൻ്റെ പേര് അഹമ്മദ് ഷെരീഫ്. ഹായ് 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 ഹായ്, എല്ലാവർക്കും ഹായ്. എയുടെ ഒന്നാം പടിയും ഒന്നാം പാരമ്പര്യവും ദൈനംദിന ജീവിതത്തിൽ എന്ന വിഷയമാണ് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു എയിൽ വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു ഡി അഡിഷൻ സെൻറ്റർ എന്നൊക്കെ എയുടെ ചില ബുക്കുകൾ, ലിറ്ററേച്ചറുകൾ, ബിഗ് ബുക്കൊക്കെ കിട്ടിയപ്പോൾ അതിൽ ഈ സ്റ്റെപ്പുകളെ 1 മുതൽ 12 വരെയുള്ള സ്റ്റെപ്പുകൾ അതിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഈ കുടി നിർത്താൻ എന്തിനാ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ. കുടി നിർത്തണമെങ്കിൽ അങ്ങ് നിർത്തിയാൽ പോരെ. അതുപോലെ തന്നെ ആകർഷിച്ചൊരു കാര്യം അതിലുള്ള പാരമ്പര്യമാണ്. അതേസമയം ഈ പടികൾ എന്നുള്ളത് എനിക്കൊരു അനാകർഷണമായിരുന്നു. അതൊന്നാമത് അതിൽ കുറേ ദൈവികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു, പ്രാർത്ഥനയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ പള്ളിയിലും മദ്രസിലും ഒക്കെ പഠിച്ച കാര്യങ്ങളല്ലേ, അതിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ ഇത്. അപ്പൊ അതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ, പക്ഷെ എന്നെ ആ പാരമ്പര്യങ്ങൾ വല്ലാതെ എന്നെ ആകർഷിച്ചിരുന്നു ആ സമയത്ത് തന്നെ. അതിലുള്ള ആ 7ാം പാരമ്പര്യമൊക്കെ. കാരണം എവിടുന്നും പണം, സംഭാവനകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഐക്യപ്പെടുന്നതിനെ കുറിച്ചുള്ള 1ാം പാരമ്പര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അപ്പം ഇത് പ്രോഗ്രാം വളരെ പൊളിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ പ്രോഗ്രാം? ഈ കൂട്ടായ്മ, അല്ലാണ്ട് പടികൾ വെച്ചിട്ടുള്ള പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്നതല്ല. ഈ കൂട്ടായ്മ വളരെ അടിപൊളി പരിപാടിയാണ്. കാരണം ഇവിടുന്നും പണം സംഭാവനയായിട്ട് സ്വീകരിക്കുന്നില്ല. അതിനെ കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും അഴിമതി ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കൂട്ടായ്മയിൽ മാത്രം നിന്നാൽ മതി. ഈ പടികൾ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എയിൽ വന്നിട്ട് പടി പ്രാക്ടീസ് ചെയ്തിട്ടല്ലല്ലോ. ഞാൻ 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസമൊക്കെ അങ്ങനെ എയിൽ കൂടെ അങ്ങ് കടന്നു പോകുന്നത്. അപ്പം പടികളൊന്നും പ്രാക്ടീസ് ചെയ്യണ്ട. അതുമാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം നമ്മൾ കണ്ടെത്തും. നമ്മൾ വിനയാധീനതനാവും, എളിമയുള്ള ആളാകും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഞാൻ വായിച്ചപ്പോഴേ, ഇത്ര വലിയൊരു പുണ്യവാളനൊന്നും ആകേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാണ് ഇത്ര വലിയ പുണ്യവാളനായിട്ട്? എനിക്കെന്താണ് നേട്ടം? നഷ്ടങ്ങൾ ഉണ്ടാകുക എന്നല്ലാണ്ട്. കാരണം മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും, കുറേ പൈസ കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ആരെങ്കിലും തെറി പറഞ്ഞാൽ തിരിച്ച് തെറി പറയാൻ പറ്റാത്ത ഒരു മണഗുണാപ്പനായിട്ട് മാറേണ്ടി വരും. അടി കിട്ടിയാലും മറ്റേ ഒരു കവിളിൽ കിട്ടിയാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കുന്ന ഒരു മണഗുണാപ്പനാകേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര വലിയ ഒരു തോൽവിയാകാനൊന്നും ഞാനില്ല. എയിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചാൽ മതി. അതിൻ്റെ കളി രസങ്ങൾ, യാത്രകൾ, മറ്റുള്ളവരോടൊപ്പമുള്ള യാത്രകൾ, ഒരേ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 27ാമത്തെ വയസ്സാണ് എനിക്ക്. അപ്പം ആ 27ാമത്തെ വയസ്സിലുള്ള അന്ന് എയിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എല്ലാ മീറ്റിങ്ങിലൊക്കെ എത്തിപ്പെടുന്ന ഒരാൾ ഞാൻ. എനിക്ക് വലിയൊരു പരിഗണന കിട്ടുന്നു. ആ പരിഗണനയുടെ ഫലമായിട്ട് എന്നെ ഷെയറിങ്ങിന് വിളിക്കും, ആശംസക്ക് വിളിക്കും.
അവിടെയൊക്കെ ഭയങ്കര ഓരോ ആശംസയും ഷെയറിങ്ങുകളും ഒക്കെ ഞാൻ നടത്തും. ആളുകൾ കൈയടിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ ആ ഷെരീഫ് ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ എനിക്കിങ്ങനെ കേൾക്കുമ്പം എനിക്കിങ്ങനെ അഹങ്കാരം ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. മറ്റാർക്കും സാധിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് സാധിക്കുന്നുണ്ട്. മറ്റാർക്കും കിട്ടാത്ത എന്തൊക്കെയോ പരിഗണന എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അങ്ങ് കുടിക്കാതിരുന്നാൽ പോരെ. എന്നാൽ എൻ്റെ ഈ പ്രതീക്ഷകളും എൻ്റെ ഈ തീരുമാനങ്ങളും ഒക്കെ തെറ്റിച്ചുകൊണ്ട് സംഭവിച്ചത് ഏകദേശം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു വർഷമാകാൻ ഒക്കെ ഉള്ള സമയത്ത് ഞാനൊന്ന് റിലാപ്സായി. അതിനുള്ള കാരണങ്ങൾ ഞാൻ കുറെ പറഞ്ഞു. ആ കാരണങ്ങളിൽ എൻ്റെ കുടുംബത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, കുടുംബം ശരിയില്ല, എൻ്റെ വൈഫ് ശരിയില്ല, എൻ്റെ ഉമ്മ ശരിയില്ല, എൻ്റെ ഉപ്പ ശരിയില്ല, എന്താ എല്ലാവരും നമ്മളൊക്കെ പറയുന്നത് പോലെയുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഞാൻ അന്നൊരു ഗുളികയും കുടിക്കുകയായിരുന്നു, എസ്പ്രാൾ എന്ന് പറയുന്നൊരു ഗുളിക. മദ്യം കഴിച്ചാൽ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്ന ഒരു ഗുളിക. ഹൃദയമിടിപ്പ് കൂടും, ബ്ലഡ് വൊമിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ എങ്ങനെയാ അത് കുടിച്ചിട്ട് ഞാൻ കുടിച്ചത് എന്ന്, ആ ഗുളിക കഴിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാ മദ്യപിച്ചതെന്ന് ചോദിച്ചാൽ, ആ ഗുളിക ഒരു സമയത്ത് തീർന്നു. അത് മാത്രമല്ല, ആ ഗുളിക തീരും എന്നുള്ളത് എനിക്ക് അറിയാം. ഇതൊരു സമയത്ത് ഈ ഗുളിക തീരും. കാരണം അത്രത്തോളമൊന്നും വാങ്ങി സ്റ്റോക്ക് ചെയ്യില്ല, ഒരു മാസത്തിനുള്ളതേ വാങ്ങിക്കൂ. അപ്പൊ അത് തീരുന്ന ആ സമയം എങ്ങനെയോ എനിക്ക് അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് കയറി, ഇതിപ്പോൾ തീരുമല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ. ഞാൻ അതിന് ഒരു കുടിയിലേക്കുള്ള ഒരു പ്ലാനിങ്ങുകൾ നടത്തി. ആ തീരുന്ന ദിവസം എൻ്റെ ഉമ്മയാണ് എനിക്ക് ഗുളിക തരിക. അപ്പം ഉമ്മ എന്നോട് പറഞ്ഞ, മോനെ ഗുളിക തീരാനായിട്ടുണ്ട്, നാളെ മറ്റന്നാളായിട്ട് ഗുളിക തീരും, ഹോസ്പിറ്റലിൽ പോകണം, ഗുളിക വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അതൊരു ഞാൻ നീട്ടി നീട്ടി കൊണ്ടുപോയി. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കഴിക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ. അതിന് ചില കുറ്റങ്ങളും ഞാൻ പറയാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇത്ര തോനെ കുടിച്ചാലെന്നൊക്കെ. അപ്പോൾ ആഴ്ചയിൽ 1-2 ഒക്കെ ആയിട്ട് കുടിക്കാം. എന്തായാലും ഞാനത് വാങ്ങിച്ചു കൊണ്ടുവരാൻ തന്നെ ഒരു 3-4 ദിവസങ്ങൾ എടുത്തു. അതിനുശേഷം എനിക്ക് തന്ന, എൻ്റെ ഉമ്മ എനിക്ക് തന്ന ആ ഗുളിക ഞാൻ വായിൽ വെച്ചിട്ട് ഇറക്കാതെ ഞാൻ തുപ്പിക്കളഞ്ഞു 1-2 ദിവസങ്ങൾ. അപ്പോൾ ഏകദേശം ഒരു 6-7 ദിവസം ഞാൻ ആ ഗുളിക ഉപയോഗിക്കാതെയായി. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോകുന്നു. അവിടുന്ന് ആദ്യം ഒരു ബിയർ കുടിക്കുന്നു. രണ്ടാമത് ഞാനൊരു നല്ല ക്വാളിറ്റിയുള്ള മദ്യം, അഥവാ ഞാനൊക്കെ ഈ പ്ലേറ്റ്, തട്ട് പ്ലേറ്റ്, ആ ഗുളിക ആ മരുന്ന് വരെ അല്ല, ആ മദ്യം വരെ കുടിച്ച ആളാണ്. പക്ഷെ അപ്പം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രീൻ ലേബൽ ഒരു 1-1.5 പെഗ്, എനിക്ക് ഓർമ്മയില്ല, എന്തായാലും കുറേ വെള്ളമൊക്കെ കൂട്ടി കുടിച്ചു. എനിക്കൊരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല. ഞാൻ അവിടുന്ന് തിരിച്ച് നാട്ടിലോട്ട് വന്നു. പക്ഷേ ഞാൻ പിന്നീട് അന്നേ ദിവസം തന്നെ കൽപ്പറ്റയിലേക്ക് എത്തി. ഞാൻ മദ്യം കഴിച്ചു. ഒരു 3 ദിവസം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ പെങ്ങൾ എങ്ങനെ അവരറിഞ്ഞതെന്നൊന്നും അറിയില്ല, ഹോസ്പിറ്റലൈസ് ആക്കി എന്നെ. അങ്ങനെയാണ് വീണ്ടും ഞാൻ എയിലേക്ക് ഞാൻ എത്തുന്നത്. എയിലേക്ക് എത്തിയപ്പോൾ മടിച്ച് ആ കയ്യിൽ ട്രിപ്പൊക്കെ ഇട്ട് ആ ഇതൊക്കെ ഉണ്ട്, സൂചിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും എയിലേക്ക് എത്തിയപ്പോൾ അതിലൊരാൾ എന്നോട് ചോദിച്ചു, ഷെരീഫേ, ഞങ്ങൾക്കറിയായിരുന്നു നീ ഒരു കുടിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. കാരണം നിന്നെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, നിന്നെ ഞങ്ങൾ മീറ്റിങ്ങിലേക്ക് വിളിച്ചു. പക്ഷെ നീ ഭയങ്കര തിരക്കിലായിരുന്നു. നിനക്ക് വല്ലാത്തൊരു തിരക്ക് നീ എന്ന് പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊക്കെ മീറ്റിങ്ങിന് വരാനുള്ള തിരക്ക്, വൈഫിൻ്റെ പ്രസവത്തിൻ്റെ, പിന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇട്ട് പോരാൻ പറ്റില്ല എന്നുള്ള ന്യായങ്ങൾ, വാദങ്ങൾ, പിന്നെ പ്രശ്നങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നീ ഒരു റിലാപ്സിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. ഏതായാലും നിനക്ക് തിരിച്ച് കയറാൻ കഴിഞ്ഞല്ലോ.
അപ്പൊ എനിക്കൊന്ന് ഇരുന്ന് ആ സമയത്തൊന്ന് ചിന്തിക്കേണ്ടി വന്നു, ഒന്ന് ബാക്കിലോട്ട്. ശരിയാണ്, ഞാൻ ആ സമയങ്ങളിലൊക്കെ അവർ ഫോൺ വിളിച്ചപ്പോൾ, അന്ന് ലാൻഡ് ലൈൻ എൻ്റെ വീട്ടിലുണ്ട്. BSNL ഞാൻ ജോലി ആയതുകൊണ്ട് കിട്ടിയൊരു ലാൻഡ് ലൈൻ ഉണ്ട്. അതിലേക്ക് അവരൊക്കെ വിളിക്കും, അബ്ദുള്ളൊക്കെ വിളിക്കും, ബാബുവേട്ടൻ വിളിക്കും. അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, എനിക്ക് ഭയങ്കര തിരക്കാണ് എന്നാണ്. എൻ്റെ വൈഫ് പിന്നെ നിറവയറുമായിട്ട് നിൽക്കുകയാണ്, അവളെ കൂട്ടി വരാൻ പറ്റൂല, അവളെ ഇവിടെ ഒറ്റക്കാക്കിയും വരാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ ന്യായങ്ങൾ ഞാൻ നിരത്തിയിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു എനിക്ക് ഒരാളാവുന്ന ഒരു പരിപാടിയായിരുന്നു എയിൽ. ഞാനൊരു വലിയൊരു പിന്നെ എല്ലാം അറിയുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുടി മദ്യത്തെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർ പറയുകയൊക്കെ, അതൊക്കെ ഞാനിങ്ങനെ തട്ടിവിടുമായിരുന്നു. ഒറ്റക്ക് കുടിക്കരുത്, പലത് കുടിക്കരുത്, പലരോടരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിരുന്നു. പക്ഷെ ഈ പഠിച്ചതൊന്നും എൻ്റെ കുടി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചിട്ടില്ല. ഞാനിത് പലരോടും ഇങ്ങനെ പറയും, പലതരുത്, പലരോടരുത്, പകലരുത്. പക്ഷെ ഞാനോ പകല് കുടിക്കും, പലരോടൊപ്പം കുടിക്കും. അതൊരു പിന്നെ അത് എനിക്ക് ഏറ്റവും വിദ്വേഷമുള്ള ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അവൻ എന്നെ ഒരു പെഗ്ഗിന് വിളിച്ചു കഴിഞ്ഞാൽ അവനോടൊപ്പം ഞാൻ പോകും. ഈ മദ്യത്തിന് വേണ്ടിയിട്ട് അത്ര എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. പലപ്പോഴും അങ്ങനെ എന്തൊക്കെയോ നമ്മൾ മോഷ്ടിച്ചിട്ട് കുടിക്കും, എന്തിനും ഞാൻ തയ്യാറായിട്ട്. മോഷണം നടത്തിയിട്ട് ഞാൻ മദ്യപിക്കാൻ, മോഷണം നടത്തി പണം ഉണ്ടാക്കാൻ. അപ്പൊ ഈ അറിവുകളൊന്നും എൻ്റെ കുടിയെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനോ കുടിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ചില വിൽ പവർ തരാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പൊ രണ്ടാമത് ആ എയിലേക്ക് കയറി വന്നപ്പോൾ എന്നോട് അവിടുന്ന് ഷെയറിങ്ങിലൊക്കെ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് വീണ്ടും ഒരു ചാൻസ് ദൈവം തന്നിട്ടുണ്ട്. പലർക്കും ഈ ചാൻസ് കിട്ടിയിട്ടില്ല. ഏത് ചാൻസ്? രണ്ടാമത് കയറി വരാനുള്ള ഒരു ചാൻസ്. ഇപ്പോഴും പലരും 4 കാലിലെ റോഡ് സൈഡിലോ ബിവറേജിലോ ഉണ്ടാകും, ഇല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുണ്ടാകും. പെട്ടെന്ന് എനിക്ക് അതൊന്ന് ക്യാച്ച് ചെയ്ത്, ഈ ഏല് വന്ന ആ സമയങ്ങളിൽ കുറേയേറെ ആളുകൾ എന്നോടൊപ്പം കുടിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ എന്തുകൊണ്ട് ആ ഒരു മരണത്തിലേക്ക് എത്തിക്കാതെ, കാരണം അവരെക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക്, അവരെക്കാൾ മോശപ്പെട്ട മാനസിക നിലയായിരുന്നു, വൈകാരിക തലങ്ങളായിരുന്നു, ആരോഗ്യ തലങ്ങളായിരുന്നു. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് വീണ്ടും ഞാൻ എയിലേക്ക് എത്തിപ്പെട്ടു? അതൊരു ദൈവനിയോഗമാണ് എന്നുള്ളത് എനിക്ക് അങ്ങ് തോന്നി. അതൊരു ദൈവനിയോഗമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് മനസ്സിലാക്കിയതുപോലെയല്ല ഞാനിനി മനസ്സിലാക്കേണ്ടത്. പരിപൂർണമായിട്ടും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന ആ ഒരു പടികളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കി എനിക്ക് ആവശ്യമുള്ളതിനെ ഞാൻ എയിൽ നിന്നെടുത്ത് എനിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാനൊരു വിൽ പവർ കൊണ്ട് മദ്യപാനത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ സാധിക്കുമെന്നുള്ള ആ മിഥ്യാധാരണയെ എനിക്ക് തച്ചുടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1-ാം പടി പ്രാവർത്തികമാക്കാൻ വേണ്ടി എനിക്ക് സാധിക്കും. അപ്പോൾ ഏഴ് 1-ാമത്തെ പടി എന്താണ്? ഒരു ശക്തിയില്ലായ്മയെ, ഒരു ബലഹീനതയെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്തിൻ്റെ മേലുള്ള ശക്തിഹീനത? മദ്യത്തിൻ്റെ മേലുള്ള ഒരു ശക്തിഹീനതയെ. എങ്ങനെയാണ്? ഹലോ, സോറി, ഒരു കോള് വന്നതാണ്. അപ്പോൾ എങ്ങനെയുള്ളൊരു ശക്തിഹീനതയാണത്? അപ്പോൾ ഒരു പരാജയപ്പെട്ടു എന്നങ്ങ് സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു മടിയൊക്കെ എനിക്ക് പണ്ടുണ്ടായിരുന്നു ആദ്യം. എന്നാൽ രണ്ടാമത് ആ റിലാപ്സ് ആയിട്ട് ഞാൻ കയറി വന്നപ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് മനസ്സിലാക്കിയപ്പോൾ, ഞാനൊരു രാസപദാർത്ഥത്തിൻ്റെ മുമ്പിലാണ്
ഒരു ശക്തിയില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറിയത്. അത് മറ്റാരെയും എടുത്ത് നോക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പൈലിച്ചേട്ടനുണ്ട്, അയാളാണ് മുടുക്കുടിയൻ. ഞാൻ കണ്ടില്ലേ, ഒരു ഫുൾ ബോട്ടിൽ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കപ്പാസിറ്റി ഉണ്ട്. അതുതന്നെയാണ് എൻ്റെ കുടിയുടെ മദ്യാസക്തിയുടെ ആ ഒരു തെളിവ് എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. മറ്റുള്ളവർ രണ്ടരയോ മൂന്നോ രണ്ടോ പെഗ് കഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു സുഖം അവർക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവരിപ്പോൾ അതിന് സന്തോഷിക്കാൻ വേണ്ടി കുടിച്ചപ്പോൾ സന്തോഷിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, നൃത്തം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർ പിറ്റേ ദിവസം ജോലിക്കും പോയിട്ടുണ്ട്. അവരുടെ വീട്ടിലോ അവർക്കോ ഒരുവിധ പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ എനിക്കോ, കപ്പാസിറ്റി ഉള്ള ആളാണ് ഞാൻ, വലിയ കുടിയനൊന്നല്ല എന്ന് പറയുന്ന എനിക്ക് 3 പെഗ്ഗല്ല 4 പെഗ്ഗല്ല 5 പെഗ് കുടിച്ചിട്ടും എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സുഖം ലഭിക്കുകയോ എൻ്റെ കയ്യിലുള്ള പൈസ തീരുക എന്നല്ലാണ്ട് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നുമില്ല. ഞാൻ സന്തോഷിക്കാൻ വേണ്ടി കുടിച്ചപ്പോഴും ഞാൻ കരയേണ്ടി വരുന്നു. ഒന്ന് ആനന്ദിക്കാൻ വേണ്ടി കുടിച്ചപ്പോഴോ അത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു അടിപിടിയിലേക്കോ ഒക്കെ ഞാൻ എത്തുന്നു. ഇനി ഇതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ഒരു അസന്തുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ആ മദ്യപാന സമയത്ത് ഞാൻ മാറുന്നു. ചില സമയങ്ങളിൽ ഞാനൊരു ഭ്രാന്തനാകുന്നു. ചില സമയങ്ങളിൽ ഒന്നിനും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നു. അപ്പം ഇതൊന്നും മറ്റുള്ളവരെ എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യം എനിക്ക് എയിൽ നിന്ന് കിട്ടിയ ഈ 1-ാം പടി വെച്ചിട്ട് എനിക്ക് എന്നെ തന്നെ ഞാനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ, ഒന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ശരിയാണ്, ഞാൻ മറ്റൊന്നിൻ്റെ മുമ്പിലുമല്ല ശക്തിഹീനനായത്, ഈ ഒരു രാസപദാർത്ഥത്തിൻ്റെ മുമ്പിലാണ്. ഇതിൻ്റെ മുമ്പിൽ എനിക്ക് ഇപ്പോൾ നിലവിലുള്ള എൻ്റെ വിൽ പവർ കൊണ്ട് എനിക്ക് ഇതിനെ തടുത്തു നിർത്താനോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ പ്രശ്നങ്ങളില്ലാതെ മദ്യപിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനോ എനിക്ക് സാധിക്കില്ല. ഇത് ഞാൻ ഒത്തിരി പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത്. ആ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തേണ്ട ഒരു ആവശ്യം വന്നത് തന്നെ ഞാനൊരു ആൽക്കഹോളിക് ആയതുകൊണ്ടാണ്. അല്ലാത്തൊരാള് 1-2 പരിശ്രമങ്ങൾക്കൊടുവിൽ പിന്നീട് മദ്യം കഴിക്കാത്ത ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. ചില ആളുകളുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു നോക്കിയപ്പോൾ എൻ്റെ ഓഫീസിലുള്ള ഒരാളുണ്ട്. അയാൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് 3 മണി മുതൽ ഒരു 4 മണിൻ്റെ ഉള്ളിലേ അയാൾ മദ്യപിക്കൂ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അയാളോട് ചോദിക്കും, ഇതെന്തിനാണ് ഇപ്പം മദ്യപിക്കുന്നതെന്ന്. അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷെരീഫേ, ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യൻ്റെ അടുത്ത് ഞാൻ രാവിലെ എണീറ്റിട്ട് അവളുടെ നേരെ മുഖം പോലും കൊടുക്കൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വരുന്ന ആ രാവിലത്തെ സ്മെല്ല്, പല്ലൊന്നും തേക്കാത്ത, അത് നമുക്കറിയാലോ, നമ്മുടെ മക്കൾ പോലും നമ്മളെ ഒന്ന് ആ സമയത്ത് ചുംബിക്കാൻ വരികയാണെങ്കിൽ ആ വായിലെ സ്മെല്ല് കൊണ്ട് നമുക്ക് അസ്വസ്ഥത തോന്നും. അപ്പോൾ അതുപോലൊരു സ്മെല്ല് ഉണ്ടാവുമ്പോൾ ഞാൻ അവൾക്ക് ആ വാസന കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ വേഗം പോയി പല്ല് തേച്ചിട്ടാണ് ഞാൻ വരാറ്. അങ്ങനത്തെ ഞാൻ ഈ രാത്രിയിൽ മദ്യപിച്ച് പോയിട്ട് എന്തിനാണ് അവൾക്ക് ഈ വാസന സ്മെല്ല് കൊടുക്കുന്നത്? ഇത് അത്തറിൻ്റെയും സ്പ്രേൻ്റെയും സ്മെല്ലൊന്നല്ലല്ലോ. അപ്പം അതില്ലാതിരിക്കാനാണ് ഞാൻ ഒരു 3 മണിൻ്റെയും 4 മണിൻ്റെ ഉള്ളിൽ മദ്യപിച്ച് വീട്ടിലെത്തുമ്പോഴേക്കിന് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി ശരിയായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് എനിക്കതൊന്നും സാധിക്കാത്തത്. ഞാൻ അത്തരം ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടും എനിക്കതൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് നട്ടപ്പാതിരക്ക് ഞാൻ മദ്യപിക്കും. രാവിലെ കട്ടിൻ്റെ അടിയിലെ മദ്യക്കുപ്പിയിലേക്ക് എൻ്റെ കൈയെത്തണം. മദ്യപിച്ചിട്ട് വാസനിക്കരുത് എന്ന് വിചാരിച്ചിട്ട് വല്ല വോഡ്കയോ ജിന്നോ കുടിച്ച ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തട്ടിൽ വീഴുന്ന മദ്യം ഞാൻ വാങ്ങിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ട്.
നല്ല ക്വാളിറ്റി മദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് ബാറിൽ കയറിയിട്ട് ആദ്യം നല്ല ക്വാളിറ്റി മദ്യം വലിയ പൈസ കൊടുത്തിട്ട് ഞാൻ കുടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കിന് കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതും എനിക്ക് ലഭിക്കുന്ന കിക്ക് കിട്ടുന്നില്ല എന്നുള്ളതും കാരണം കൊണ്ട് അവസാനം ഏതെങ്കിലും ഒരു കാട്ട റമ്മിലേക്ക് ഞാൻ എത്തും. അപ്പം ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവർ കുടിക്കുന്നത് പോലെയൊക്കെ കുടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും നടന്നിട്ടില്ല. അപ്പം ഏൽ പറയുന്ന ഒന്നാം പടിയിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കുമ്പോൾ ശരിയാണ്, ഞാൻ ഈ സാധനം കുടിക്കാൻ യോഗ്യനല്ല. അതങ്ങ് സമ്മതിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. പരിപൂർണമായിട്ട് അതിനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുക. ഈ സാധനത്തിൻ്റെ മുമ്പിൽ, രാസപദാർത്ഥത്തിൻ്റെ മുമ്പിൽ ഷെരീഫേ, നിനക്ക് ഒരു കളിയും സാധ്യമല്ല. അത് സാധ്യമല്ല എന്നുള്ളത് നീ നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിച്ചു. കുടിക്കാൻ യോഗ്യതയുള്ളവർ കുടിക്കട്ടെ. നിനക്ക് ആ യോഗ്യത ഇല്ലാത്തത് കൊണ്ട്, നീ അതിൻ്റെ മുയൽ നിയന്ത്രണം നിനക്കില്ലാത്തത് കൊണ്ട് നീ അതിനെ അങ്ങ് ഉപേക്ഷിക്കുക. ജീവിതകാലം മുഴുവൻ ഈ ഒരു സാധനത്തെ ഞാൻ അങ്ങ് ഉപേക്ഷിക്കാൻ വെക്കുമ്പോൾ ചില പ്രശ്നങ്ങളും എനിക്ക്, കാരണം എനിക്കോ കിട്ടിയ ചില സുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇല്ലാന്നൊന്നും പറയുന്നില്ല. എന്നും ഞാൻ റോഡ് സൈഡിലൊന്നല്ല, എന്നും ഞാൻ പോലീസ് സ്റ്റേഷനിലല്ല. എന്നൊക്കെയോ ഞാനൊന്ന് പാട്ട് പാടിയിട്ടുണ്ട്, എന്നൊക്കെയോ ഞാനൊന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ട്, എന്നൊക്കെയോ സുഹൃത്തുക്കളെടുത്ത് ഞാൻ നല്ല രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. അപ്പം അത് മാത്രമാണ് എനിക്ക് ഓർമ്മ വരിക. ഒരു കുടിയിലേക്ക് ഞാൻ വീണ്ടും പോകുമ്പോൾ അന്ന് കുടിച്ചതുപോലെ, അന്ന് ഡാൻസ് ചെയ്തതുപോലെ, അന്ന് പാട്ട് പാടിയതുപോലെ ഇത് മാത്രമായിരുന്നു ഓർമ്മ വരിക. പക്ഷെ അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് ഓർമ്മ വരുന്നില്ല. നാട്ടുകാരുടെ അടുത്ത് നിന്ന് അടി കിട്ടിയത് ഓർമ്മ വരുന്നില്ല. എനിക്ക് പിറ്റേ ദിവസം ഹാങ് ഓവർ മൂലം എനിക്ക് റോഡ് മുറിച്ച് കിടക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോയിട്ട് ജോലി മര്യാദയ്ക്ക് എടുക്കാത്തതോ ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. എൻ്റെ ഭാര്യയെ വിഷമിപ്പിച്ചതും റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ആടി അവളുടെ മുമ്പിൽ വന്നത്, പോലീസുകാരൻ എന്നെ റോട്ടിൽ അവളെ മുമ്പിലിട്ട് അടിച്ചത് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നതോ എന്നത്തെ ഒരു കുടിയുടെ കാര്യമാണ്. പറഞ്ഞു, അതാണ് ആൾക്കോളിസം എന്ന് പറയുന്ന രോഗം. എന്നത്തെയോ ചില സുഖങ്ങൾ അനുഭവിച്ചതിനെ ഓർത്തുകൊണ്ട് വീണ്ടും ഒരു ദുരിതത്തിലേക്ക് വഴുത്തി വീഴുന്ന ഒരു മദ്യാസക്തൻ. അപ്പം അതിനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയായിട്ട് എറിയുക. ജീവിതകാലം മുഴുവൻ വേണ്ട എന്നല്ല വെക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി, ഈ ഒരു ദൈനംദിന ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം ഈ പരിപാടി വേണ്ട എന്നുള്ളത്, അതിനെ അങ്ങ് മാറ്റിവെക്കുക. എന്തിനാണ് മാറ്റിവെക്കേണ്ടത്? ഇന്ന് ഞാൻ അതിൻ്റെ മുമ്പിൽ വിൽ പവറുള്ള ആളല്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ മദ്യം കൊണ്ടൊരു നേട്ടവും എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, ദുരിതത്തിലല്ലാതെ. ഇതിനെ ഞാൻ പരിപൂർണമായിട്ട് ഞാൻ അംഗീകരിക്കണം, അതിനെ സ്വീകരിക്കണം. ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്കൊരു സത്യസന്ധതയുണ്ടാകണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ചില കാരണങ്ങൾ കൊണ്ടാണ്, ഇതിൻ്റെ 7 ഒന്നാമത്തെ പടിയുടെ 2ാമത്തെ ഭാഗമുണ്ട്, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മതിക്കൽ. അപ്പം ഈ കുടിക്കാതിരിക്കണമെങ്കിൽ എന്തിനാണ് ഈ അനിയന്ത്രിതാവസ്ഥയെ ഞാൻ കാണേണ്ടത്? എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടുണ്ട് എന്നൊന്നും അത് നോക്കാനേ എനിക്ക് മടിയായിരുന്നു ആദ്യം. സംഗതി ശരിയാ, മദ്യം എനിക്ക് പറ്റൂല, ഞാൻ അത് അംഗീകരിച്ചാൽ പോരെ. അത് അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് കുടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി സാധിക്കൂ. പറഞ്ഞു, ശരീഫേ, മദ്യമല്ല പ്രശ്നം നിൻ്റെത്. ഞാൻ അതുവരെ കരുതിയിരുന്നത് മദ്യമാണ് പ്രശ്നം എന്നാ. മദ്യമല്ല പ്രശ്നം. മദ്യത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന നിന്റെ ജീവിത രീതിയുണ്ട്, അതാണ് പ്രശ്നം. അതൊരു കുത്തഴിഞ്ഞ ജീവിത രീതിയാണ്, സത്യസന്ധത ഇല്ലാത്ത ഒരു ജീവിതമാണ്. അപ്പൊ സത്യസന്ധത ഇല്ലാത്തൊരു ജീവിതം എന്താ? അതിൽ വഞ്ചന ഉണ്ടാകും, കളവുണ്ടാകും, സ്വാർത്ഥത ഉണ്ടാകും, വിദ്വേഷം ഉണ്ടാകും, വെറുപ്പുണ്ടാകും, നീരസം ഉണ്ടാകും,
സത്യസന്ധതയില്ലായ്മയുടെ ബാക്കി കാര്യങ്ങളാണല്ലോ അതൊക്കെ. കളവ് പറയലുകൾ ഉണ്ടാകും. അപ്പോൾ എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടുണ്ട് എന്നുള്ള ആ ഒന്നാമത്തെ പടിയുടെ രണ്ടാമത്തെ ഭാഗം ഞാൻ പ്രാവർത്തികമാക്കാതെ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് എന്ന് മാത്രം ഞാൻ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് കുടിക്കാതെ മുന്നോട്ട് പോയാലോ? കുടിയിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കാം കുറച്ച് കാലങ്ങൾ. എന്തുകൊണ്ടാ കുറച്ച് കാലങ്ങൾ? അത് കഴിയുമ്പോഴേക്കിന് എൻ്റെ ഈ ജീവിതത്തിലെ സത്യസന്ധത ഇല്ലായ്മ മൂലം ഞാൻ എന്നോട് തന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ ജോലി സ്ഥലത്തുള്ളവരുമൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളിലേക്ക് ഞാൻ എത്തും. കുടിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ അവർ വിചാരിക്കുമായിരുന്നു കുടിച്ചിട്ടവൻ എന്തോ പറയുന്നതാണ്, കുടിച്ചിട്ടവൻ എന്തോ ചെയ്യുന്നതാണ്, ആടെ ചെയ്തോട്ടെ, അതിനെ പ്രതികരിക്കാനൊന്നും പോണ്ടെന്ന്. അതേസമയം കുടിയിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഇതൊക്കെ ചെയ്തപ്പോഴോ അവര് കൂടുതൽ കൂടുതൽ പ്രതികരിക്കാൻ തുടങ്ങി, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എനിക്കാണെങ്കിലോ പണ്ടാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് മദ്യപിച്ച് കരഞ്ഞ് പിടിച്ച് പറഞ്ഞ് നടന്ന് എവിടെയെങ്കിലും ബോധം കെട്ട് കിടന്ന് പിറ്റേ ദിവസം ആകുമ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയാകുമ്പോൾ അതൊക്കെ അങ്ങ് തിരിഞ്ഞു മാഞ്ഞു പോവുകയും. എന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴോ എനിക്ക് നടപടികൾ നേരിടേണ്ടി വന്നു. എന്നോട് പല ആളുകളും കൂടുതൽ പ്രതികരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിലും നല്ലേ കുടിച്ചാൽ മതിയെന്ന്. എൻ്റെ വീട്ടുകാർ വരെ എന്നോട് പറഞ്ഞു ഈ ഇതിലും നല്ലത് കുടിക്കുന്നതാണ്. അപ്പം അത്തരം ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോഴാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, കുടിക്കാനുള്ള തോന്നലുകൾ കടന്നു വരികയും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്ത ഒരു ഘട്ടം. അവിടെയാണ് എൻ്റെ അനിയന്ത്രിതമായി പോയ ആ ജീവിതത്തെ എന്നോട് പറഞ്ഞു, ഷെരീഫെ, മദ്യമല്ല പ്രശ്നം, മദ്യത്തിലേക്ക് നിന്നെ എത്തിച്ച നിന്റെ ജീവിത രീതിയെ നീ ശരിപ്പെടുത്തിയെടുക്കുന്നില്ലെങ്കിൽ നീ വീണ്ടും കുടിയിലേക്ക് എത്തിപ്പെടും. അപ്പോഴാണ് ഞാനൊന്ന് നോക്കിയത് എന്താണ് എൻ്റെ ജീവിതം അനിയന്ത്രിത അവസ്ഥയിലേക്ക് എത്തിയത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വലിയ മീനിനെ ഞാൻ നട്ടപ്പതിരയായാലും വാങ്ങിക്കൊണ്ടുവരും. കാരണം എൻ്റെ ഉമ്മക്ക് ഭയങ്കര മീനെ ഇഷ്ടമാണ്. ഏത് നട്ടപ്പതിർക്കും ഉണ്ടാക്കി തരും, ഉമ്മ തിന്നുകയും ചെയ്യും. അപ്പോൾ കുടിച്ച് എന്തെങ്കിലും കുറച്ച് ഓഫറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ ആദ്യം വാങ്ങിക്കുക. അതുപോലെ തന്നെ പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കും. അപ്പം ഞാൻ പറയുമായിരുന്നു എൻ്റെ വീട് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ എന്താ പ്രശ്നം? പിന്നെ അതേപോലെ തന്നെ എനിക്ക് ജോലിയുള്ളതിൽ കിട്ടുന്ന പൈസക്കല്ലേ ഞാൻ കുടിക്കുള്ളൂ. കടം വാങ്ങിയിട്ടും കുടിക്കുന്നുണ്ടോ? സ്ഥലം വിറ്റ് ഞാൻ കുടിക്കുന്നില്ലല്ലോ. ഇതൊക്കെയായിരുന്നു എൻ്റെ ന്യായങ്ങൾ. എന്നാൽ ഞാൻ ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിത രീതി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള. കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന, എന്ത് നെറുകേടും ചെയ്യുന്ന, ഈ മോഷണം നടത്തുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഞാൻ കുടിക്കുകയും ആ കുടിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പം ഇതിൽ അനിയന്ത്രിതമായിട്ടുള്ള എൻ്റെ ഇത്തരം ജീവിതത്തെ ഞാൻ കാണണം. അത് എന്നെ തന്നെ ബാധിച്ച ഒരു ജീവിതാവസ്ഥയാണ്. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാതെ. എന്നെ ഞാൻ സ്നേഹിച്ചെങ്കിലാണല്ലോ ഞാനൊരു ശരിയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറേണ്ട ശ്രമം തുടങ്ങുക. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ, ഭക്ഷണങ്ങൾ കഴിക്കാൻ, ആരോഗ്യം ശ്രദ്ധിക്കാൻ, മാനസിക പുരോഗതി ഉണ്ടാക്കാൻ, അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ശരിയായിട്ടുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും എന്നിലേക്ക് വിടുന്ന അവസ്ഥ ുന്നു എൻ്റെ ഈ ആസക്തി എന്ന് പറയുന്ന രോഗം മൂലം. അതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പാ. കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ തെറി, കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ തല്ലുന്ന അവസ്ഥ. നല്ലൊരു ഡ്രസ്സ് പെങ്ങൾ തേച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചുരുട്ടിക്കൂട്ടി ചുളിയുണ്ടാക്കിയിട്ട് ഞാൻ എടുത്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ ആളാണ് എന്നുള്ളതൊന്നും നാട്ടുകാർ അറിയരുത്, കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കി എനിക്ക് കുടിക്കാൻ പറ്റൂല. തെമ്മാടികൾക്കേ കുടിക്കാൻ പറ്റൂ. അപ്പം ഞാനൊരു തെമ്മാടി ആകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ.
അങ്ങനെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പുണ്ടാകുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോഴും വെറുപ്പാണ്. എൻ്റെ അത്ര പിന്നെ എന്നേക്കാൾ നന്നായിട്ട് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും. നല്ല രീതിയിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ തെറ്റിക്കും ഞാൻ. നല്ല രീതിയിൽ രണ്ട് വീടുകൾ തൊട്ട് അയൽവക്കത്തുണ്ടെങ്കിൽ അവരെ ഞാൻ തെറ്റിക്കും. എനിക്കിപ്പോഴും അറിയാം, ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് എന്തോ വീടിൻ്റെ അടുത്തുള്ള രണ്ട് വീട്ടുകാർ തമ്മിൽ ചെറിയ എന്തോ വഴക്ക്. അടിച്ചു വാരിയത് മുകളിലത്തെ വീട്ടുകാരൻ അടിച്ചു വാരിയത് താഴത്തെ വീട്ടിലോട്ട് വീണു. ഇതാണ്. അതൊന്ന് ചെറുതായിട്ട് ചോദിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്തതോ കുനിഞ്ഞ് രണ്ട് കല്ലെടുത്തു. ഒന്നൊരു വീട്ടിലോട്ട് എറിഞ്ഞു, മറ്റേത് അപ്പുറത്തെ വീട്ടിലോട്ട് എറിഞ്ഞു. പിന്നെ പ്രശ്നം ഭയങ്കര പ്രശ്നമായിട്ട് മാറി. ഞാൻ വീട്ടിലോട്ട് എത്തി, എനിക്ക് സമാധാനം. അപ്പം ഇത്തരം ചില കുൽസിത പ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എനിക്ക് തന്നെ ഒരു പിറ്റേ ദിവസം വല്ലാത്തൊരു മാനസിക പ്രശ്നമായതുകൊണ്ട് ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുമ്പോൾ, ഒരു കുറ്റബോധം വരുമ്പോൾ ഞാൻ കുടിയിലേക്ക് എത്തുക ചെയ്യുന്നത്. ഇത്തരം ചില കുറേ കുറ്റബോധങ്ങൾ എന്നെ വേട്ടയാടി വേട്ടയാടി ഞാനൊരു ഏകാന്തനായിട്ട് ഇരിക്കാൻ തുടങ്ങും. ഈ ഏകാന്തത എന്നെ പല ചിന്തകളിലേക്ക് എത്തിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലരോടുള്ള വൈരാഗ്യങ്ങൾ, വിദ്വേഷങ്ങൾ, വെറുപ്പ്, നീരസങ്ങൾ, ഇതൊക്കെ കൂടി 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 എനിക്ക് തന്നെ എൻ്റെ തല പൊട്ടുന്നത് പോലെയൊക്കെ തോന്നും. കുടിക്കണ്ടെന്ന് വിചാരിച്ച ദിവസമാണെങ്കിൽ പോലും കുടിയിലേക്ക് ഞാൻ എത്തും. അപ്പം എൻ്റെ ഇത്തരം ഈ ഒരു ജീവിത രീതിയെ ഞാനൊന്ന് ശരിപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ ശരിപ്പെടുത്തിയെടുക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തിയാൽ എനിക്ക് മദ്യക്കപ്പ് കയ്യിലെടുക്കേണ്ടി വരില്ല. എവിടേക്കാണ് മദ്യക്കപ്പ് കയ്യിലെടുക്കേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അതിനെ ഒന്ന് പിന്നെ മനസ്സിലാക്കി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരാളോട് ദേഷ്യം തോന്നിയപ്പോഴാണ്, ഒരാളോട് നീരസം തോന്നിയപ്പോഴാണ്, ഒരാളോട് വിശ്വാസവഞ്ചന നടത്തിയപ്പോഴാണ്, ഒരു മോഷണം നടത്തിയപ്പോഴാണ്, സ്നേഹിക്കാൻ പാടില്ലാത്തതിനെ സ്നേഹിച്ചപ്പോഴാണ്, സ്വാർത്ഥത എന്നിൽ കുമിഞ്ഞു കൂടിയപ്പോഴാണ്. സ്വാർത്ഥത കുമിഞ്ഞു കൂടിയപ്പോൾ മറ്റാരത് എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്നായിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അവരുമായിട്ട് കലഹിക്കേണ്ടി വന്നു. അപ്പം ആ കലഹത്തിനൊടുവിൽ ഞാനൊരു മദ്യശാലയിലേക്ക് കടന്നുപോയി. അപ്പം ഈ ഒരു ജീവിത രീതിയെ ഞാൻ ഒന്ന് മാറ്റിമറിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. സ്വീകരിക്കുക എന്ന് പറയും. ഉൾക്കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കലാണ്, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുക. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കണമെങ്കിൽ ഒരു സത്യസന്ധത, ന്യായീകരണങ്ങൾ ഉണ്ടാകരുത്. അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് കുടിച്ചത്, ഇല്ലെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എൻ്റെ ജോലി പോയിട്ടില്ല, പണം പോയിട്ടില്ല, എൻ്റെ മാന്യത പോയിട്ടില്ല, ഇതൊന്നും പോയിട്ടില്ല. പക്ഷെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിത രീതിയാണോ ജീവിച്ചിരുന്നത്? ഇതിന് രണ്ടിനും എനിക്ക് ഉത്തരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് ഞാൻ അതിനെ അങ്ങ് അംഗീകരിച്ചു. എന്നിട്ട് ഞാൻ അതിനെ അങ്ങ് സ്വീകരിച്ചു. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അതിനെ അങ്ങ് എടുത്തു വെച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെന്താ, ഞാൻ എൻ്റെ ജീവിത രീതിയെ ഞാനൊന്ന് മാറ്റിമറിക്കാൻ വേണ്ടി തുടങ്ങും. അത് എപ്പോഴും മാറ്റിമറിക്കണം? അപ്പം തുടങ്ങും ഞാൻ ആ മാറ്റിമറിക്കൽ പ്രക്രിയ, ഇല്ലേ? ഞാൻ ആ ഒരു മാറ്റിമറിക്കൽ പ്രക്രിയ ഇത് സ്വീകരിക്കുന്നതോടുകൂടി ആ സമയം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾക്ക് ഞാൻ നിന്നു കൊടുക്കും. ആരാണ് എൻ്റെ മാറ്റങ്ങൾ ചെയ്യേണ്ടത്? ആരാണ് എന്നെ ഈ മദ്യാസക്തിയിൽ നിന്ന് വിട്ടു നിർത്തി തരേണ്ടത്? അതെൻ്റെ വിൽ പവർ കൊണ്ട് ഞാൻ നേടിയെടുക്കുന്നതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഞാൻ നിർത്തൂലേ? എൻ്റെ വിൽ പവർ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എത്രയോ ദിവസം ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന്. സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പറയുന്നുണ്ട് അത് ദൈവത്തിന് സാധിക്കുന്നതാണ്. നീ നിന്നു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ രണ്ടാമത്തെ പടിയാണ്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല.
അപ്പം ഞാൻ അതിന് എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നും എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടുണ്ട് എന്നും അതുമൂലം ഞാനൊരു മദ്യാസക്തനായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുമ്പോൾ ആ മദ്യത്തിലേക്ക് പിന്നെ ഞാൻ എത്തിപ്പെടില്ല. ഒരു ബലഹീനനാണ് ഞാൻ, ഒരു ശക്തിയില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ അതുമായിട്ട് പോരാടൂല. അങ്ങനെയാണല്ലോ നമ്മൾ ഏതെങ്കിലും സിംഹവുമായിട്ടോ അല്ലെങ്കിൽ പുലിയുമായിട്ടോ നമ്മൾ ഏറ്റുമുട്ടാൻ പോകുമോ? കാരണം നമുക്കറിയാം അത് നമ്മളെ തകർത്ത് തരിപ്പണാക്കി കളയും. നമ്മളെക്കാൾ ശക്തിമാനാണ്, നമ്മളെക്കാൾ തന്ത്രശാലിയാണ്. അപ്പോൾ അതിനോടൊന്നും നമ്മൾ ഏറ്റുമുട്ടൂല. ഇനി നമ്മളെ പരാജയപ്പെടുത്തുന്ന തല്ലുന്ന ആളെടുത്ത് നമ്മളെക്കാൾ കായിക ശേഷിയുള്ള ഒരാളെടുത്ത് നമ്മൾ ഏറ്റുമുട്ടാൻ പോകലുണ്ടോ? നമ്മൾ വാക്കിൽ ഭയങ്കര വർത്താനമൊക്കെ നമ്മൾ പറയും, നിന്നെ ഞാൻ അങ്ങനെ ആക്കൂടാ അങ്ങനെ ആക്കൂടാന്നൊക്കെ. പക്ഷെ അവനൊന്ന് കണ്ണുപൊട്ടിയാൽ ചിലപ്പോൾ നമ്മൾ എസ്കേപ്പ് ആവുകയും ചെയ്യും. നമുക്കറിയാം അവൻ്റെ അടുത്ത് വില്ലിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ തല്ലുന്നു. എന്നാലോ അതേ കൈക്കരുത്തും ഇതൊക്കെ ഉള്ള ഭാര്യൻ്റെ അടുത്ത് നമ്മൾ ചിലപ്പം അതിനേക്കാൾ വലിയ ഒരു പോക്രിത്തരം നമ്മൾ കാണിക്കും. എന്തുകൊണ്ടാ? അവള് നമ്മളെ തിരിച്ചൊന്നും ചെയ്യൂല എന്നറിയുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലേ? അവളെ നമ്മളെ തിരിച്ച് തല്ലൂല, അവള് നമ്മളെ ഭാര്യയാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ട്. എന്നാൽ ഈ മദ്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയും പിന്നെയും നമ്മൾ അതിൻ്റെ അടുത്ത് പോയി പോരാടാൻ വേണ്ടി നിന്നു. എന്തുകൊണ്ടാ? നമ്മളൊരു മാനസിക രോഗിയായതുകൊണ്ടാണ്. നമ്മൾ ഒരു പ്രാവശ്യം കറണ്ടിൻ്റെ പ്ലഗിൽ കൈയിട്ടു, കടിച്ചു, രണ്ടാമത് നമ്മൾ കൈയിടുമോ? ഇല്ല. എന്തുകൊണ്ടാ? നമുക്കറിയാം അത് കറണ്ടാണ്, അതിൽ കൈയിട്ടാൽ ഷോക്ക് അടിക്കുന്നു. ഇനി രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ അതിൽ കൈയിട്ട് ഷോക്ക് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്തോ മാനസിക രോഗം ഉണ്ട് എന്ന് അതിനർത്ഥം. ാണ് ഈ മദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു വിധേയത്വമുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടും വീണ്ടും വീണ്ടും നമ്മൾ അതിനോട് പോരാടി. നമ്മളൊരു മാനസിക രോഗമുള്ള ആൾ. അപ്പം അതിൻ്റെ മുമ്പിൽ ഞാൻ ശക്തിഹീനനാണ് എന്ന് ചിന്തിക്കുമ്പോൾ, എന്നേക്കാൾ വലിയൊരു ശക്തിയാണ് മദ്യം എന്ന് സമ്മതിക്കുമ്പോൾ ഞാൻ ആ പോരാട്ടം നിർത്തും. ആ പോരാട്ടം കുറച്ച് നിർത്തുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളിലേക്ക് ശ്രമിക്കാൻ പറ്റും. എൻ്റെ അനിയന്ത്രിതമായി പോയിട്ടുള്ള ജീവിതത്തെ ശരിപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം തുടങ്ങാൻ എനിക്ക് സാധിക്കും. ഇത് ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ മറ്റാരെയും നോക്കിയിട്ടല്ല, എനിക്ക് എന്നോട് തന്നെ മനസ്സിലാക്കിയ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കണം. ഞാൻ കുടിയിൽ നിന്ന് വിട്ട് നിൽക്കേണ്ട, ഏലൊക്കെ പോകുന്നുണ്ട്, ഇത്ര മാസമായി, ഇത്ര വർഷമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചു തരാം, ഞാൻ വലിയ അളവുകാരനാണ്, ഞാൻ മദ്യം വാങ്ങിച്ചു കൊണ്ടുത്തരാം, ഞാൻ വലിയ ഒരു ഇതാണ്, വിൽ പവർ എനിക്കുണ്ട്, അല്ലെങ്കിൽ ദൈവം എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ ഒപ്പമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ആ മദ്യത്തിൻ്റെ ഒപ്പം നിന്നാൽ ഒഴിച്ചു കൊടുക്കലും വാങ്ങിച്ചു കൊണ്ടുവരലും ടച്ചിങ്സ് വാങ്ങിച്ചു കൊടുക്കലും ഒക്കെ നമുക്ക് പറ്റിയ പണിയല്ല. ഇത് ഞാൻ ചെയ്യാൻ പാടില്ല. ഇത് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസമൊന്നും ചിലപ്പോൾ ഞാൻ കുടിക്കൂല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് കുടിക്കാനുള്ള ആസക്തിയെ കൂട്ടുന്ന ചില സാഹചര്യങ്ങൾ നമ്മളിൽ വരും. അത് നമുക്കിപ്പോഴും കടന്നു പോയിട്ടില്ലേ? എത്രയോ ആളുകൾക്ക് അത്തരം സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഈ മദ്യവുമായിട്ട് ഇടപഴകിയിട്ട് നമ്മൾക്കൊരു ഒരു അറപ്പില്ലായ്മ ഉണ്ടെങ്കിൽ, ആ സാഹചര്യത്തിൽ നമ്മൾ ഒരു മദ്യത്തിന് മുമ്പിലാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിട്ടുപോകും, ഉറപ്പാ. അവിടെ ദൈവം നമ്മെ രക്ഷിക്കാനോ നമ്മെ രക്ഷിക്കാനോ ഒന്നും വരില്ല ആ സാഹചര്യത്തിൽ. അതൊന്നും ചിലപ്പോൾ നമുക്ക് ഗുണമുണ്ടാവില്ല. കാരണം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ബോംബ് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ. ഞാൻ എയിലൊക്കെ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ ഞാനൊരു മെമ്പർ റിലാപ്സായി. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, ഷെരീഫ്ക്ക, എനിക്ക് കുറച്ച് മദ്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടെത്തരണം, അല്ലാണ്ട് എനിക്കോ ഹോസ്പിറ്റലിലോട്ട് പോരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു കുപ്പി മദ്യം പോയി വാങ്ങിച്ചു. പകുതി അയാൾക്ക് കൊടുത്തു, ഒരു ക്വാർട്ടറിൻ്റെ പകുതി. ബാക്കി പകുതി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ഉത്തരത്തിൻ്റെ മുകളിൽ ഒരു സ്ഥലത്ത് അത് അവിടെ വെച്ചു. വൈഫ് എന്നോട് ചോദിച്ചു, ഇതെന്താ? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്. അവൻ കൊടുത്തതിൻ്റെ ബാക്കി ഇതാ, ഇവിടെ നിന്നോട്ടെ, വേറെ ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ കൊടുക്കാം. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ്
ഞാൻ വെറുതെ ഒരാവശ്യമില്ലാണ്ട് അവിടേക്ക് നോക്കിയപ്പോൾ ബോട്ടിൽ അവിടെ കാണാനില്ല. ഞാൻ വൈഫിനോട് ചോദിച്ചു എവിടെയാ അത്. 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവൾ എന്നോട് പറഞ്ഞത്, ശരി കൈ എനിക്ക് ആ സാധനം അവിടെ ഉണ്ടായിട്ട് എനിക്കത് ശരിക്കും ഉറക്കം വന്നിട്ടില്ല കുറേ ദിവസം. കാരണം എന്തിനായിരുന്നു അത് അവിടെ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്? നിങ്ങളാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് എരിപുരി സഞ്ചാരം കൊണ്ട് പല കാര്യത്തിലും നടക്കുന്നു. സാമ്പത്തിക പ്രശ്നം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ ഒക്കെ ഇടയിൽ ആ കുപ്പി അവിടെ ഉള്ളത് എനിക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നു. ഞാൻ അത് എടുത്ത് ഒഴിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മാത്രമല്ല പ്രശ്നം, എൻ്റെ കുടുംബത്തിനും അത് പ്രശ്നം. മദ്യാസക്തിക്ക് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ് എന്നുകൂടി ഞാൻ പറയണ്ടേ? മദ്യത്തിന് മുമ്പിൽ മാത്രമല്ലല്ലോ. ഈ മദ്യത്തിനോട് ആസക്തി തോന്നുന്ന ചില സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ആസക്തി എപ്പോഴും ഉണ്ട്, പക്ഷെ അത് കൂട്ടുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അല്ലേ അവിടെ എൻ്റെ കയ്യെത്തും ദൂരത്തൊരു മദ്യക്കുപ്പി ഉണ്ടെങ്കിലും ഞാൻ ശക്തിഹീനനല്ലേ? ആ ശക്തിഹീനത കൊണ്ട് ഞാൻ അതിനെ എടുത്തൊന്ന് കുടിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ എല്ലാം ഓർമ്മ ഉണ്ടാകൂ. വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും. അപ്പൊ അത്തരം സാഹചര്യങ്ങളെ ഞാൻ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മദ്യത്തെ സൂക്ഷിച്ചു വെക്കുക. ഒരു മദ്യ കമ്പനിയിൽ ഒരു ആവശ്യവുമില്ലാതെ എന്ത് ഗുണം കിട്ടിയിട്ട് അവിടെ പോയിരിക്കുന്നത്? എന്ത് ഗുണം കിട്ടിയിട്ട് ആ അച്ചാറ് നക്കി തിന്നുന്നത്? എല്ലാവരും നക്കി നാവുമ്മൽ വെച്ച ആ അച്ചാറ് ഞാനും ഒരു ആവശ്യമില്ലാണ്ട് പോയിട്ട് നക്കി എൻ്റെ കൈ കൊണ്ട് നക്കി നാവുമ്മൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യമുണ്ടോ? അവിടെ പോകുമ്പോൾ അവരുടെ ചില കാര്യങ്ങളുണ്ട്. ഓ, നീയൊക്കെ എത്ര കാലം കൂടി നിർത്തുന്നൊക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പം നമുക്കൊന്ന് വീറും വാശും കയറുന്നു. നമ്മൾ കുറിച്ച് വല്ലാണ്ട് പറയുന്നു, ഞാൻ അത്തരം പ്രോഗ്രാമിലാടാ, ഇനി ഞാൻ കുടിക്കൂലടാ, അതാണ് ഇതാണ്, നിനക്കൊക്കെ ഒന്ന് വന്നൂടെ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്തിനാ അതിൻ്റെ ആവശ്യം? ഞാൻ ഈ പിന്നീട് ആ കാര്യത്തിലൊന്നും പോക്കില്ല. ഞാൻ ഈ ടച്ചിങ്സ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഞാൻ അവിടുത്തെ ബേക്കറിക്കാരന് ഒരു ആൽക്കഹോളിക്, അയാളെ മീറ്റിങ്ങിൽ വിളിച്ചപ്പോൾ അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഷെരീഫേ, നീ ഇങ്ങനെ ഈ ടച്ചിങ്സ് വാങ്ങിക്കൊണ്ടേ കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക്, നീ കുടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ആളുകൾ അറിയുന്നുണ്ടോ? അപ്പം ഞാൻ അയാളോട് ചോദിച്ചാൽ കുടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയാൽ പോരെ, ഇതെന്തിനാ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം? അല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല, നീ എയിൽ പോയിട്ട് കുടി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മീറ്റിങ്ങിന് വരാത്തത് നിൻ്റെ ഒപ്പം. അവിടെ എനിക്കൊന്ന് കണ്ണു തുറക്കേണ്ടി വന്നു. ഞാനൊരു മെമ്പറാണ് എന്ന് ഒരാളെടുത്ത് പറഞ്ഞ് അയാളെ ഞാൻ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ ഇത്തരം ചില പരിപാടിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. കുപ്പി വാങ്ങിക്കൊണ്ടേ കൊടുക്കലും, ഒഴിച്ചു കൊടുക്കലും, ടച്ചിങ്സ് വാങ്ങിച്ചു കൊടുക്കലും, അവരോടൊപ്പം ചെന്ന് അത്യാവശ്യമാണെങ്കിൽ അതൊക്കെ ചെയ്യാം, ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതാണെങ്കിൽ. ഇല്ലെങ്കിൽ എനിക്കൊരു മദ്യാസക്തനെ പ്രോഗ്രാമിലേക്ക് എത്തിക്കാനുള്ള സാധ്യത അവിടെ അടക്കുകയാണ്, ഞാൻ കുട്ടി അടക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ആ ഒരു അനിയന്ത്രിതമായ ജീവിത വ്യവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ എത്തിപ്പെടുകയാണ്. എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്നിലുള്ള ഭയത്തെ ഞാൻ കൂട്ടിക്കൂട്ടി കൊടുക്കുകയാണ്. അവരൊരു മദ്യാസക്ത രോഗിയാണ്, കുടുംബാംഗങ്ങൾ ഒരു രോഗിയാകുന്നുണ്ട്. അപ്പം അവർക്കും ഭയമുണ്ട് എൻ്റെ മേൽ, അവർക്ക് വിശ്വാസക്കുറവുണ്ട് എൻ്റെ മേൽ. അപ്പം അതിനെ ഞാൻ കൂട്ടുക ചെയ്യുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെ. അപ്പം അതിന് ഞാൻ നിൽക്കരുത്, അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകണം. മറ്റൊന്ന്, എൻ്റെ കുടുംബാംഗങ്ങളും എന്നോടൊപ്പമുള്ളവരും ജീവിച്ച ആ ഒരു ജീവിത രീതി, അത് ഞാൻ ജീവിച്ചതിനേക്കാൾ മോശപ്പെട്ടൊരവസ്ഥയിലാണ്. അവർക്ക് വൈകാരിക തലങ്ങളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അവർ ഞരമ്പ് രോഗികളായിട്ടുണ്ട്. അപ്പം അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, അവരുടെ ചില പ്രയോഗങ്ങൾ, അവരുടെ ചില നോട്ടങ്ങൾ, വാക്കുകൾ ഒക്കെ എനിക്ക് ചിലപ്പം ദഹിച്ചു കൊള്ളണം എന്നില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. അവിടെ ഞാൻ കൊമ്പുകോർക്കാൻ നിന്നാലോ അതെൻ്റെ സ്വസ്ഥതയെക്കളയും അവരുടെ സ്വസ്ഥതയും കളയും, ഞാൻ ഒരു കുടിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മദ്യാസക്തിയുടെ മുന്നിലും നിശക്തിഹീനനാണ് ഷെരീഫെ. എന്ത് മദ്യാസക്തി? അവർക്ക് മദ്യാസക്തി ഉണ്ട്, ആ രോഗമുണ്ട്. അവരെ പ്രകടിപ്പിക്കുന്ന വൈകാരിക പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ കൊമ്പ് ഓർക്കാൻ നിൽക്കരുത്. അവരൊരു രോഗിയാണെന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ്, അങ്ങനെ ഞാൻ ഉൾക്കൊള്ളുമ്പോഴാണ്
അവരെന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അവരെന്നെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഒക്കെ ഞാൻ അവരുടെ അതേ രീതിയിൽ അവരെ ഞാൻ സ്വീകരിക്കുന്നത്. അല്ലാതെ നീ ചെയ്തത് ശരിയായില്ല, നീ പറഞ്ഞത് ശരിയായില്ല, നീ എന്നെ പരിഗണിച്ചില്ല, നീ എന്നെ സ്നേഹിച്ചില്ല, നീ എന്നെ ബഹുമാനിച്ചില്ല, ഇത് എനിക്ക് തോന്നിത്തുടങ്ങിയാൽ ഞാൻ അവരുമായിട്ട് ഏറ്റുമുട്ടും. ഇന്ന് ആ പണി ഞാൻ നിർത്തി. ഞാൻ എൻ്റെ ഓരോ 24 മണിക്കൂറിലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അയാമാൻ ആൾക്കഹോളിക്. നമ്മുടെ മീറ്റിങ്ങിലെ തുടക്കത്തിൽ നമ്മൾ പറയൂലേ, അയാമാൻ ആൾക്കഹോളിക്, ഞാൻ ഒരു മദ്യാസക്തനാ. ഞാൻ മീറ്റിങ്ങിലല്ലാതെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ കാര്യത്തിലും ഞാൻ അയാമാൻ ആൾക്കഹോളിക്. ഒരു ജോലി എടുക്കും, ഷെരീഫെ നീ ഒരു ആൾക്കഹോളിക്കാണ്, നിനക്ക് തിടുക്കം പാടില്ല, നിനക്കത് 100% പെർഫെക്ഷൻ ആകണം എന്നുള്ള ചിന്ത പാടില്ല. അതിന് ശ്രമിക്കാം, പക്ഷെ അത് ആയിക്കൊള്ളണം എന്നില്ല. അതായിട്ടില്ലെങ്കിൽ നീ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബങ്ങളെ ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെടാം. നീ മനസ്സിലാക്കണം, അവരൊരു രോഗിയാണ്, നീ ഒരു ആൽക്കഹോളിക്കാണ്. അതുകൊണ്ട് നീ ഒന്ന് താഴ്ന്നു കൊടുക്കണം. അങ്ങനെ ഞാനൊരു ആൽക്കഹോളിക്കാണ് എന്നുള്ളൊരു ബോധം എനിക്ക് 24 മണിക്കൂറും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകളിൽ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനോഭാവത്തിൽ ഒക്കെ എനിക്കൊരു മാറ്റമുണ്ടാക്കാൻ, ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. അതേസമയം ഞാനൊരു ആൽക്കഹോളിക്കൊന്നല്ല എന്നാണ് എൻ്റെ ചിന്തയെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനോ, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില ടിപ്സുകൾ ഞാൻ എടുക്കാനോ, അഥവാ പ്രാർത്ഥനകൾ, മീറ്റിങ്ങുകൾ, ഫോൺ തെറാപ്പി ഇല്ലേ, ഒരു മെമ്പറോട് ഒന്ന് ഫോൺ ചെയ്താൽ മതി, എത്ര സുഖമാണ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ കുടിക്കാൻ പോയത്, ആ കുടിക്കാൻ പോയ അതേ കാര്യങ്ങൾ കുടിക്കാതെ പ്രോഗ്രാം ഒന്ന് കിട്ടുന്ന പറഞ്ഞ്. എൻ്റെ മാനസിക രോഗത്തിനുള്ള പരിഹാരം മീറ്റിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഒറ്റപ്പെടൽ മീറ്റിങ്ങിൽ നിന്ന് എനിക്ക് അവസാനിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനൊരു ആൽക്കഹോളിക്കാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ബോധം വരുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ് ഞാൻ മീറ്റിങ്ങിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പടി, ബാക്കി എല്ലാ പടികളും ചിലപ്പം പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ച് വീണ്ടും നമ്മൾ പിന്നെയും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒന്നാമത്തെ പടിയാണ് 100% പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു പടിയുള്ളത്. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പടികളിലേക്കുള്ള കാര്യങ്ങളാണ്. അത് പ്രാവർത്തികമാക്കിയത് പരിപൂർണമായിട്ടല്ലെങ്കിലോ വീണ്ടും നമ്മൾ ഒന്നാമത്തെ പടിയെടുക്കുക എന്നുള്ളത് ഒരു റിലാപ്സിന് ശേഷമായിരിക്കും. കാരണം പിന്നെ റിലാപ്സ് ഉണ്ടാവുക, ഒന്നാം പടി പരിപൂർണമായിട്ട് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ. അപ്പം രണ്ടാം പ്രാവശ്യം ഒരിക്കലും പ്രാവർത്തികമാക്കാൻ ഉള്ള അവസ്ഥ നമ്മളിൽ ആർക്കും ഉണ്ടാകരുത്. അതിനു തന്നെ അത് പരിപൂർണമായിട്ടും ഒന്നാം പടി, മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ് എന്നുള്ള ആ ഒരു ദൗർബല്യത്തെ, നമ്മുടെ ഒരു ശക്തിഹീനതയെ പരിപൂർണമായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയും, അതുപോലെ തന്നെ അത് അനിയന്ത്രിതമായി പോയ ജീവിതം മൂലമാണ് മദ്യത്തിലേക്ക് എത്തിയത് എന്നും, അത്തരം അനിയന്ത്രിതമായ ജീവിതത്തെ ശരിപ്പെടുത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴുമാണ് നമ്മൾ ബാക്കി പടികളിലേക്കുള്ള ഒരു ശ്രമം നമ്മൾ കാണുന്നത്, അതിനുവേണ്ടി തയ്യാറാകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് പരിപൂർണമായിട്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇനി ഒന്നാമത്തെ പാരമ്പര്യമാണ്. പൊതു നന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം എന്നുള്ളത് രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ പാരമ്പര്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം പൊതു നന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. ഞാൻ പോകുന്നത് എന്തിനാ? ഏലയ്ക്ക് ഞാൻ പോകുന്നത് ഒരു കുടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു പൊതു നന്മ ഉണ്ടാകണം എന്നുള്ളത്, ആ പൊതു നന്മ ഉണ്ടെങ്കിലേ അല്ലേ
നമ്മളൊരു ഐക്യപ്പെട്ടു പോകാനുള്ളൊരു ശ്രമം ഉണ്ടാകുക. കാരണം ഐക്യത്തിലൂടെ നമ്മളൊരു കൂട്ടായ്മയിൽ ഒരൊറ്റ ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതെന്താണ് ആ ലക്ഷ്യം? എല്ലാവർക്കും മദ്യരഹിത ജീവിതം നയിക്കണം എന്നുള്ളത് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ഭാഗമാണ് മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മൾക്ക് സുബോധാവസ്ഥയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്താ? നമ്മൾ മദ്യപിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒരു പൊതു നന്മ എന്നുള്ളത്. ആ ഗ്രൂപ്പിലുള്ളവർ മദ്യരഹിത ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഒരു പൊതു നന്മ ആയിട്ടുള്ളത്. അതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇതിന് കോട്ടം തട്ടുന്ന കുറേ പരിപാടികളുണ്ട്. നമ്മൾ ഏല് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ കുടിയിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു വലിയ ആളായി എന്നുള്ളൊരു തോന്നൽ നമ്മളിലുണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും നമ്മുടെ രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അത് എവിടെ നിന്നൊക്കെയോ നമുക്ക് കുറച്ച് അംഗീകാരങ്ങളും ഒരു സൗഹൃദ തട്ടലും മുട്ടലും അടിപൊളിയാട്ടോ, ഈ കുട്ടിയൊക്കെ നിർത്തി ഭയങ്കര ഉഷാറായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ ഒരു ഭാഗം അതുകൊണ്ട്. രണ്ടാമത്തെ ഒരു ഭാഗം എയിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് സീനിയോറിറ്റിയൊക്കെ ആകുന്നതിനനുസരിച്ച്, സീനിയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ ചിലരെ നിയന്ത്രിക്കാനുള്ളൊരു ശ്രമം ആരംഭിക്കും. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം, നമ്മൾ ചെയ്യുന്നതിന് മറ്റുള്ളവർ അഭിനന്ദനം തരണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതോടുകൂടി കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറി നമ്മൾ അതിൻ്റെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ ഒന്ന് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മൾ തുടങ്ങുന്നു. അപ്പം ഇതൊക്കെ ഈ പൊതു നന്മയെ ഒന്ന് തെറ്റിക്കുന്ന ചില കാര്യങ്ങളാണ്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് അംഗീകാരം കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ നമ്മളവിടെ അസ്വസ്ഥമാകും. നമ്മളവിടുന്ന് വാക്കൗട്ടൊക്കെ അടിക്കുന്നു. നിങ്ങളെ പാടായി. നമ്മൾ പലപ്പോഴും അതല്ലേ ചെയ്തത്. നമ്മളൊരു ക്ലബിൻ്റെ ഒരു മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പറയുന്നതിന് ഒരു ഇത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിപ്പോകും. വീട്ടിലൊരു ചർച്ചകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പാടായി. നമ്മൾ എന്നിട്ട് കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞെടുക്കും, നമ്മൾ പറഞ്ഞത് അവർ അംഗീകരിച്ചില്ല, അതങ്ങനെയായിട്ട് അതുമായിട്ട് ഇനി ഞാൻ സഹകരിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേനക്കുത്തിരിയാണ്, ആകെ പ്രശ്നങ്ങൾ. അപ്പം എവിടെയും ഒരു വിഘടനവാദിയാകാനാണ് നമ്മുടെ ശ്രമം. നമ്മൾ പറയുന്ന കാര്യത്തിന് നമ്മൾ പിടിച്ച മുയലിന് 3 ചെവി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തടുത്ത് പിന്നെന്തിന് നമ്മൾ നിൽക്കണം? അപ്പം ഇത് ഞാൻ ഏല കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾക്ക് പറയുന്നതിനൊന്നും വിലയിരുന്നില്ലെങ്കിൽ ഞാൻ ഏക്കില്ല. അവിടെ ആ ഒരു പൊതു നന്മക്ക് കോട്ടം വരും. അങ്ങനെ ഒരു പൊതു നന്മക്ക് കോട്ടം വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പലപ്പോഴും പലരും മീറ്റിങ്ങിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ഞാനിനി ആ മീറ്റിങ്ങില്ല എന്ന് പറയാം. ഞാനിനി അയാൾ നടത്തുന്ന പരിപാടിക്കില്ല, ഇയാൾ നടത്തുന്ന പരിപാടിക്കില്ല, അവിടുത്തെ പരിപാടിക്കില്ല, ഇവിടുത്തെ പരിപാടിക്കില്ല. ഞാൻ മറ്റേ ഗ്രൂപ്പ് പോവുകയാണ്. ഞാൻ എൻ്റെ ഹോം ഗ്രൂപ്പ് ഒഴിവാക്കി വേറൊരു ഹോം ഗ്രൂപ്പ് എടുക്കുകയാണ്. നമ്മളുടെ ചില ആവശ്യങ്ങൾ നടത്താനോ അത് അംഗീകരിക്കാനോ പരിഗണിക്കാനോ അല്ല. നമ്മളൊരു പൊതു നന്മ നമ്മൾ അതിൽ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ മദ്യരഹിത ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ കാത്തു സൂക്ഷിക്കുമെങ്കിൽ നമുക്കൊരു സുബോധാവസ്ഥ നമുക്ക് ലഭിക്കും. ഇല്ലെങ്കിലും നമ്മൾ എയിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പുറത്തു പോയിട്ട് റിലാക്സ് ആയ ആളാണ് ഒന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എന്നെ ഒഴിവാക്കിയതാണ്. അതല്ല, എന്നെ ഒഴിവാക്കിയതാ. ആ വലിയ ശക്തി തീരുമാനം എടുത്തു, ശരി മീറ്റിങ്ങിൽ വേണ്ട, അവനൊന്ന് പോയിട്ട് പഠിച്ചിട്ട് കയറി വരട്ടെ. അങ്ങനെ കയറി വരാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ സാഷ്ടാംഗം ഞാൻ വീണു. ഇനി ഇത്തരം പരിപാടിക്ക് ഞാനില്ല ഏയിൽ. കാരണം ഒരു വിഘടനവാദിയാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കാനോ ഉള്ള ഒരാളല്ല ഞാൻ.
ഇതിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്ന ഒരു ഐക്യപ്പെടലുണ്ടല്ലോ. പൊതു നന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. ഞാനൊരു ഐക്യപ്പെടലിന് വിധേയമാകണം. അല്ലാണ്ട് മറ്റുള്ളവരൊക്കെ ഐക്യപ്പെട്ടോട്ടെ, ഞാൻ എന്നില്ല എന്നല്ല. എന്നെ പോലെയുള്ള പലരും കൂടി കൂടിയതാണ് ഒരു എ മീറ്റിംഗ്. അവരൊക്കെ കാണിക്കുന്ന ഐക്യപ്പെടൽ പോലെ തന്നെ ഞാനും ഒരു ഐക്യപ്പെടലിന് നിൽക്കണം. അങ്ങനെ ഐക്യപ്പെടലിന് നിന്നിട്ടില്ലെങ്കിലോ, എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. എൻ്റെ മോചനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എയിൽ ഞാൻ ഐക്യപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അല്ലാണ്ട് മറ്റുള്ളവർ മുഴുവൻ ഐക്യപ്പെടുന്നതിനെ ആശ്രയിച്ചല്ല എൻ്റെ മോചനമുള്ളത്. ഞാനും കൂടി ഐക്യപ്പെടണം. അതാണ് ആ കൂട്ടായ്മ. എയിലുള്ള ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഐക്യപ്പെടുന്നതിനെ ആശ്രയിച്ചാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ മദ്യരഹിത ജീവിതമുള്ളത്. അപ്പം ഒരാൾ റിലാക്സ് ആയിട്ടുണ്ടെങ്കിലോ, അവിടെ ഒരു ചോദ്യമുണ്ട്. ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ആ ഗ്രൂപ്പിൻ്റെ ഐക്യമില്ലായ്മയാണ് എന്ന് കണ്ടെത്തേണ്ടി വരും. കാരണം അയാളും ഐക്യപ്പെടാൻ ശ്രമിച്ചില്ല, ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരും ഇതുപോലെ ഐക്യപ്പെടാൻ ശ്രമിക്കാത്തത് കൊണ്ട്. ഇല്ലെങ്കിൽ ഇയാൾക്ക് തോന്നുമായിരുന്നു, ഞാനും പെട്ടിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ ഐക്യപ്പെടലിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് ഒരു സഹായം ലഭിക്കും. അപ്പോൾ അവിടെ ഒരു ഐക്യപ്പെടലില്ലെങ്കിൽ ഒരു പക്ഷേ ഓരോരുത്തരുടെയും റിലാപ്സിന് അതൊരു കാരണമാകും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എ മീറ്റിങ്ങിൽ ഐക്യമില്ലെങ്കിലും നമ്മളൊക്കെ പറയും, പണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ പഠിച്ചൊരു കഥ ഉണ്ട്. ഒരു വിറക് കെട്ട്, അതിൽ നിന്ന് ഒരു ചുള്ളിക്കമ്പ് എടുത്ത് ഒടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അതൊരു കെട്ടായിക്കൊണ്ട് നമുക്ക് ഒടിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇതുപോലെയാണ് എയിലെ ഐക്യം കൊണ്ട് സംഭവിക്കുന്നത്. എയിലുള്ള ഐക്യത്തിൻ്റെ ഫലമായിട്ട് പലരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. ചില ആളുകളെങ്കിലും അവിടെ ഒരു പരിഗണന അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് വരുമ്പോൾ പരിഗണന കൊടുക്കാൻ തയ്യാറാകും. അത് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊക്കെ ആദ്യമൊക്കെ ചെയ്തിരുന്ന ഒരാളുണ്ട്. ഞാനങ്ങനെ മീറ്റിങ്ങിന് കുറച്ച് മുമ്പേ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ആകാര ഭംഗിയൊക്കെ ഉള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുമ്പോൾ അയാൾക്ക് വേഗം പോയി ഷെയ്ക്ക് കൊടുത്ത് എന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കും. എന്നാൽ ഇതൊന്നും ഇല്ലാണ്ട് ഒരു കള്ളിമുണ്ടൊക്കെ കൊടുത്തു വരുന്ന ആളെ ചിലപ്പം നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് അത് അയാൾക്ക് തോന്നിയാൽ, കാരണം പരിഗണന ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അവിടെ ഒരു ഐക്യത്തിന് ഇത് വീടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശബ്ദഗാംഭീര്യം കൊണ്ടോ ആകാര ഭംഗി കൊണ്ടോ ഒരാളെ കൂടുതൽ പരിഗണന കൊടുക്കുകയോ അല്ലെങ്കിൽ സീനിയോറിറ്റിയുടെയോ സീനിയോറിറ്റി ഇല്ലായ്മയുടെയോ കാരണങ്ങൾ കൊണ്ട് പരിഗണന കൂടുതൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എയിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടോ വിദ്യാഭ്യാസം കുറഞ്ഞത് കൊണ്ടോ കൂടുതൽ പരിഗണന കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഇതൊന്നുമല്ല. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള പരിഗണനയാണ്. അപ്പം അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവിടെ ഐക്യപ്പെടലുണ്ടാകുന്നത്. ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ കൂടുതൽ ഐക്യപ്പെടും. എന്തിനാണ് ഈ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നത്? ഈ ജനുവരി മാസത്തെ ഡെയിലി റിഫ്ലക്ഷനിൽ ഇതിലൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളൊരു സൗഖ്യദാതാവാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് സൗഖ്യദാതാവ്? നമ്മൾ അവനവൻ സുബോധാവസ്ഥയിലേക്ക് എത്തുന്നതോടൊപ്പം മറ്റൊരാളെ സുബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരാവശ്യകത കൂടി നമ്മളിലുണ്ട്. അയാൾക്ക് സുബോധാവസ്ഥ കിട്ടുന്നതിൻ്റെ ആക്കം കൂട്ടാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ സാധിക്കും. അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, അയാളെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ, അയാളെ ഒന്ന് പരിഗണിച്ചാൽ, ഇനിയും കാണണം എന്ന് അയാളോട് പറഞ്ഞാൽ
അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ അയാളുടെ സുബോധാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. അതേസമയം അയാളെ വീണ്ടും അസ്വസ്ഥനാക്കുന്ന കാര്യങ്ങളോ, അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഷെയറിങ്ങിന് പകരം കൗണ്ടർ ഷെയറിങ് ചെയ്താൽ, നേരം വൈകി വരുമ്പോൾ നീ എന്താ നേരം വൈകി വന്നതെന്ന് അയാളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചില ഒഴിവ് കഴിവുകൾ അയാളോട് പറയുമ്പോൾ നിനക്കൊക്കെ ഏന്ന് കിട്ടിയതിൻ്റെ നന്ദി നീ കാണിക്കണ്ടടോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഒരാളുടെ സുബോധാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നതിനേക്കാൾ പകരം അസ്വസ്ഥനാക്കാനാണ് ഉണ്ടാവുക. ചില ഉപദേശങ്ങൾ, ചില ക്ലാസ് എടുക്കലുകൾ, നമ്മളോടൊരു ഡോക്ടറാകാനല്ല പറഞ്ഞേ, നമ്മളോടൊരു സൗഖ്യദാതാവാകാനാണ് പറഞ്ഞത്. സൗഖ്യദാതാവാകുക എന്ന് പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പരിഗണന കിട്ടുന്നില്ലെങ്കിലും നമ്മളതിൽ അസ്വസ്ഥനാകാതെ, ഒരു ഷെയറിങ്ങിന് സമയം കിട്ടുന്നില്ല, അസ്വസ്ഥനാകണ്ട. മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോവുക, ഷെയറിങ് ചെയ്യുക. നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ആ ഷെയറിങ് കിട്ടുന്നില്ലെങ്കിൽ ആ സമയം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ ദൈവം നിശ്ചയിച്ചു. കാരണം നമ്മളെക്കാൾ വലിയൊരു രോഗിക്ക് ആ സമയം ഷെയറിങ്ങിന് ആവശ്യമായിരുന്നു. അത് നമ്മൾ കണ്ടെത്തുക. എവിടെയെങ്കിലും ഒരു എൻ്റെ വാർഷികത്തിന് പോയിട്ട് നമുക്കൊരു ആശംസ പറയാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ അതായിട്ട് എന്നെ ആശംസ പറയാൻ വിളിച്ചില്ല. എന്ത് പരിപാടിയാണ് അവർ ചെയ്തത്, എന്ത് വാർഷിക നടത്തിയത്? നമുക്ക് പറയാൻ അവസരം കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല, ആ അവസരം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ഐക്യപ്പെടൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഏതായാലും സമയം വളരെ കൂടിയത് കൊണ്ടും ഇനി ഇത് എങ്ങനെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കുക, ഇത് നന്മ, ഐക്യം, നമ്മളുടെ കുടുംബത്തിൽ സുഹൃത്ത് വലയങ്ങളിലൊക്കെ നമ്മൾക്ക് ഈ ഐക്യം രൂപപ്പെടുത്തിയെടുക്കണം. അവരൈക്യപ്പെട്ടോ പെട്ടില്ലേ എന്നുള്ളതല്ല, അവർക്കൊരു പൊതുനന്മയുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്കൊരു പൊതുനന്മ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ ആ പൊതുനന്മ എന്താണെന്നറിയോ? അവരൊരു രോഗിയാണ്, നമ്മുടെ കുടുംബാംഗങ്ങൾ. അവരുടെ രോഗാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കാൻ ഉതകുന്ന തരത്തിൽ നമ്മൾ അവരോടൊപ്പം വസിക്കണം. അതിന് നമ്മൾ പ്രയത്നിക്കണം. ചിലപ്പോൾ ചില തെറ്റുകളും കുറ്റങ്ങളും കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില പരിഗണന അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എല്ലാം ശരിയുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതായിട്ട് വരും. നമ്മളെ ചിലപ്പോൾ അവർ ഒറ്റയടിക്ക് വിശ്വസിച്ചെന്നൊന്നും വരില്ല. അതിനൊക്കെ കാലങ്ങൾ കുറേ എടുക്കും. അതിന് നമ്മൾ മനസ്സിലാക്കണം, അവരൊരു രോഗിയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വിശ്വാസത്തിൻ്റെ മേൽ കളങ്കമേൽപ്പിച്ചവരാണ് നമ്മൾ. അപ്പം അതൊക്കെ ശരിപ്പെടുത്തിയെടുക്കാൻ കുറേ സമയം എടുക്കും എന്ന് നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കണം. അങ്ങനെ ആവുമ്പോഴേ നമ്മുടെ കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ, നീ, അവന്, അവള് എന്നുള്ളതല്ല, നമ്മൾ എന്നുള്ളൊരു ഭാഗം വരണം. നമ്മൾ ഒരുമിച്ച് പ്രയത്നിച്ചാൽ അവിടെ പുരോഗതി ഉണ്ടാകും. അവരൊരു അല്ലനോൺ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മളിവിടെ. പലർക്കും പറയും, നിങ്ങൾ കുടി നിർത്തിയ പോരെ, ഞാൻ എന്തിനാ അല്ലനോൺ മീറ്റിങ്ങിലേക്ക് വരുന്നത്? ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പം അല്ലനോൺ മീറ്റിങ്ങിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകരാകുന്നുണ്ട്. അതെങ്ങനെയാ? നമ്മളിലുള്ള മാറ്റം അവർക്ക് മനസ്സിലാവുമ്പോൾ അവർ അല്ലനോൺ മീറ്റിങ്ങിലേക്ക് കടന്നു വരും. എനിക്ക് ആ ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകും. അല്ലാണ്ട് എന്നും മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഭാര്യനോട് നീ അല്ലനോൺ മീറ്റിങ്ങിൽ വരായിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തർക്കിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും. എന്ന് വെച്ചാൽ അല്ലനോൺ മീറ്റിങ്ങിൽ സ്ഥിരം പോകുന്ന ഒരാൾ ഫുള്ള് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവുമോ? ആവില്ല. അതിനും സമയമെടുക്കും. നമ്മൾക്ക് മാറ്റങ്ങൾക്ക് സമയമെടുക്കുന്നത് പോലെ അവരുടെ സുബോധാവസ്ഥയ്ക്കും സമയം വളരെ എടുക്കും.
അപ്പോൾ അതിനുള്ള ഒരു ക്ഷമ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു പൊതു നന്മ ഉണ്ടാകുന്നു, അവിടെ ഒരു ഐക്യപ്പെടലുണ്ടാകുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായിട്ട് ഒരു പുരോഗതി കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഏടെ ഒന്നാം പടി, ഒന്നാം പാരമ്പര്യം, ഇത് രണ്ടും ദൈനംദിന ജീവിതത്തിൽ എന്നുള്ളതാണ്. ഈ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ ഒക്കെ ഈ ഒരു ഐക്യപ്പെടൽ, കാരണം ഭൂരിപക്ഷ അഭിപ്രായം ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഏയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ന്യൂനപക്ഷ അഭിപ്രായവും ശരിയാകാം. ഒരാൾ മാത്രമാണെങ്കിൽ പോലും ഒരു പക്ഷേ അയാൾ പറയുന്ന ഒരു അഭിപ്രായം അത് നടപ്പിൽ വരുത്തുന്ന രീതി ആൽക്കഹോളിക്സ് അനോണിമസിലുണ്ട്. കാരണം അതാണ് ഗ്രൂപ്പിൻ്റെ മനസ്സാക്ഷിയിൽ കൂടി പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു കാര്യം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അയാൾക്കും തുല്യ പരിഗണന ഏയിലുണ്ടായിരിക്കണം. അല്ലാതെ നീ ഇന്നലെ വന്ന ആളല്ലേ, ഇന്ന് വന്ന ആളല്ലേ, ഞങ്ങളൊക്കെ സീനിയറാണ്, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളതല്ല. അപ്പം അത്തരം ഒരു രീതി പ്രാവർത്തികമാക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിനെയും ന്യൂനപക്ഷ അഭിപ്രായത്തിനെയും നമ്മൾ മാനിക്കുന്നുണ്ട്. ആ ന്യൂനപക്ഷ അഭിപ്രായ ശബ്ദം ചിലപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ ശബ്ദത്തിൽ മങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നിയാൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേൽ കമ്മിറ്റികളെ സമീപിക്കാം. ഏയുടെ മേൽ കമ്മിറ്റികൾ എന്നുള്ളത് സേവന കമ്മിറ്റികളാണ്, നമ്മെ ഭരിക്കാനുള്ളതല്ല. നമ്മെ ഭരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നാൽ നമ്മൾ ആരും അതിന് നിന്നു കൊടുക്കുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് ഒരു സേവന കമ്മിറ്റിക്ക് നമുക്ക് അപ്പീൽ ചെയ്യാം. അത് വേണമെങ്കിൽ വേൾഡ് സർവീസ് ഓഫീസ് വരെ നമുക്ക് അപ്പീൽ ചെയ്യാം. അതുവരെ പോകാനുള്ള സ്വാതന്ത്ര്യം ആ ന്യൂനപക്ഷ ശബ്ദത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മളാരും തള്ളിക്കളയുന്നവരല്ല പ്രോഗ്രാമിലുള്ളവർ. എൻ്റെ പാരമ്പര്യം അത് നമ്മുടെ ശബ്ദങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ്, നമ്മുടെ തീരുമാനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അവിടെ ഐക്യമുണ്ടാകുന്നത്. ഇത് സമൂഹത്തിലും സുഹൃത്ത് വലയങ്ങളിലും ഓഫീസുകളിലും കുടുംബത്തിലുമൊക്കെ അത്തരം ഒരു ചർച്ചയിലൂടെ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിലും ഭൂരിപക്ഷ അഭിപ്രായമാണ് നടപ്പിൽ വരുത്തുന്നതെങ്കിൽ അത് നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ പോലും ആ ഭൂരിപക്ഷ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുകയും ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും അധ്വാനവും ചെലവഴിക്കേണ്ടതുമാണ് എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏലൊക്കെ ചില ആൾക്കാർ കണ്ടില്ലേ, പല മീറ്റിങ്ങുകളിൽ നിന്നും വാർഷികളിൽ നിന്നും വിട്ടു നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ അവരൊന്നും ഈ ഒന്നാം പാരമ്പര്യം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാത്തവരാ. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സുഖം അനുഭവിക്കാൻ കഴിയാത്തവരാണ്. കാരണം നമ്മൾക്ക് എതിർപ്പുള്ള ഒരു കാര്യത്തിന് പോലും നമ്മൾ വിജയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കതിൽ നിന്നൊരു സുഖം ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചില പിടിവാശികളെയും കാര്യങ്ങളെയും ഉന്മൂലനം മാറ്റിവെച്ചുകൊണ്ട് അതിനു വേണ്ടി ചെലവഴിച്ചിട്ട് അവരുടെ സന്തോഷം കാണുമ്പോൾ, അവരുടെ മനസ്സമാധാനം കാണുമ്പോൾ നമുക്കൊരു സുഖം ലഭിക്കുന്നില്ലേ? അതുപോലൊരു സുഖം ഈ പരിപാടികൾക്കൊക്കെ ലഭിക്കും. അതിന് നമ്മൾ അതുമായിട്ട് ഐക്യപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഒന്നാമത്തെ പടിയും പാരമ്പര്യവും തമ്മിലൊരു ബന്ധം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ശക്തിയില്ലാത്തവനും നിയന്ത്രിക്കാനാവാത്ത ജീവിതമുള്ളവനുമാണ്. അതിനാൽ എൻ്റെ വ്യക്തിപരമായ വീണ്ടെടുക്കലിനായി ഞാൻ ഏയുമായി എന്നെ തന്നെ ഐക്യപ്പെടുത്തുന്നതിലൂടെ ആശ്രയിച്ചിരിക്കുന്നു എൻ്റെ സുബോധാവസ്ഥ. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ എയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കും. അപ്പോൾ എൻ്റെ സുബോധാവസ്ഥയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഞാനൊരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമുമായിട്ട് ഞാൻ ഐക്യപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഐക്യപ്പെട്ടു പോകുമ്പോൾ
എനിക്ക് എൻ്റെ ശക്തിയില്ലായ്മയിൽ, എൻ്റെ അനിയന്ത്രിതമായി പോയിട്ടുള്ള ജീവിത രീതിയിൽ എനിക്ക് പുരോഗതി കണ്ടെത്താൻ എനിക്ക് സാധിക്കും. ഏതായാലും ആൽക്കോളിക്സ് അനോണിമസിലൂടെ എല്ലാവർക്കും പടികൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ സുഖകരമായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷെരീഫക്ക. ഇത്ര നേരം